ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 4000 മീറ്റർ ഉയരത്തിലുള്ള ഒരു പർവ്വതം ലക്ഷ്യം വെക്കാം. അത് നമുക്ക് ഇന്ത്യയിൽ നമുക്ക് ഹിമാചലിലുണ്ട്, ഉത്തരാഖണ്ഡ് ഉണ്ട്, കശ്മീർ ഉണ്ട്, ലഡാക്ക് ഉണ്ട്. ഇങ്ങനെ 4 പ്ലേസസിലാണുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് 4000 മീറ്റർ 4500 മീറ്ററൊക്കെ ഉള്ള പർവ്വതങ്ങളുണ്ട്. അവിടെ ലക്ഷ്യം വെക്കാം. അത് കഴിഞ്ഞ് ആ ഒരു ക്ലൈംസ് ഒരു 4000-4500 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 5000ത്തിലേക്ക് നോക്കാം. ഒരു 5500 ട്രൈ ചെയ്യാം. അങ്ങനെ സ്ലോലി ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വളരെ സ്ലോലി അസെൻഡ് ചെയ്യുന്ന ഒരു രീതിയാണ്. കാരണം ആദ്യം തന്നെ ചിലപ്പം 5000-1500 മീറ്റർ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അവരുടെ ബോഡി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യണം. അതിനുശേഷം കുറച്ചും കൂടെ ക്ലൈംസ് എലിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 6000 മീറ്റർ എത്തുമ്പോൾ അത് ക്ലൈംബായി മാറും, ടെക്നിക്കൽ ക്ലൈംബായിട്ട് മാറും. ആ ടെക്നിക്കൽ സ്കിൽസ് പഠിക്കുക എന്നുള്ളതാണ് പിന്നെ അടുത്തത്. അപ്പോൾ അതിന് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന്, നമുക്ക് 4 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇന്ത്യയിൽ, മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഒന്നെങ്കിൽ അവിടെ പോയിട്ട് 1 മാസത്തെ കോഴ്സ് എടുക്കാം, ബേസിക് മൗണ്ടനിയറിംഗ് കോഴ്സ് എടുക്കാം. അതിൻ്റെ അഡ്വാൻസ് കോഴ്സും ഉണ്ട്, അതൊരു ഓപ്ഷൻ. പിന്നെ ഞാൻ കോഴ്സ് എടുത്തിട്ടില്ല. ഞാൻ അതിന് പകരം ചെയ്തതെന്ന് വെച്ചാൽ ഓൺ ഗ്രൗണ്ട് ട്രെയിനിങ് ആയിരുന്നു. അപ്പം ഞാൻ അതിന് പകരം നേപ്പാളിലും ലഡാക്കിലും പോയിട്ട് അവിടെ ഒരുപാട് ഗൈഡ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഒരുപാട് സ്കിൽസ് പഠിക്കാം. അപ്പോൾ അവിടെ പോയി നമ്മൾ ക്ലൈംബ് ചെയ്യാം, നമുക്ക് എക്സ്പീരിയൻസ് ഏൺ ചെയ്യാം, നമുക്ക് സ്കിൽസ് പഠിക്കാം. എസ്പെഷ്യലി നമുക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ സ്കിൽസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു 7 days അല്ലെങ്കിൽ 10 days വർക്ക്ഷോപ്പ് പോലെ വെക്കും. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് സ്കിൽസ് പഠിക്കാം. അങ്ങനെ ലഡാക്കിലൊക്കെ ഒരുപാട് ഐസ് ക്ലൈംബിങ്ങിൻ്റെ വർക്ക്ഷോപ്പൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ക്ലൈംസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മിനിമം ഒരു 3-4 years എടുക്കും മൊത്തം പ്രോസസ്സ്. എന്നാലാണ് നമുക്ക് എവറസ്റ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റുക.